3 ദിവസം മുമ്പ് തെക്ക് കിഴക്ക് നിന്ന് രൂപം കൊണ്ട ന്യൂനമർദ്ദം ഇന്നലെ രാവിലെയോടെ വടക്ക് കിഴക്കോട്ട് നീങ്ങി ശക്തി പ്രാപിക്കുകയായിരുന്നു. ഇന്ന് രാവിലെയോടെ മഴയ്ക്ക് ശമനം വന്നെങ്കിലും സംസ്ഥാനത്ത് കനത്ത കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. 60 കിലോമീറ്ററിലധികം വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ തീരദേശ മേഖലയിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് തുടരും. 3 ദിവസം തുടർച്ചയായി പെയ്ത മഴയിൽ തിരുവനന്തപുരത്തെയും കൊച്ചിയിലെയും താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളക്കെട്ടിലായിരുന്നു. 2 ദിവസം കൊണ്ട് തന്നെ നദികളെല്ലാം കരകവിഞ്ഞൊഴുകുന്ന സ്ഥിതിയിലെത്തി. മഴക്കെടുതിയിൽ കഴിഞ്ഞ 2 ദിവസത്തിനിടയിൽ 4 ജീവനുകളാണ് സംസ്ഥാനത്ത് ഇല്ലാതായത്. ഇതുവരെ ഏറ്റവും കൂടുതൽ മഴ രേഖപ്പെടുത്തിയത് എറണാകുളം ജില്ലയിലാണ്. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ വെള്ളത്തിനടിയിലായതോടെ തടസ്സപ്പെട്ട ട്രെയിൻ ഗതാഗതം ഇന്ന് രാവിലെയോടെ പുനഃസ്ഥാപിച്ചു. മഴയ്ക്ക് ശക്തി കുറഞ്ഞെങ്കിലും കൊച്ചിയിലെ പല പ്രദേശങ്ങളും ഇപ്പോഴും ശക്തമായ വെള്ളക്കെട്ടിലാണ്. ഇത് നീക്കം ചെയ്യാനുള്ള നടപടികൾ ജില്ലാ ഭരണകൂടം ആരംഭിച്ചു കഴിഞ്ഞു. മലബാർ മേഖലയിലും ഇന്ന് രാവിലെയോടെ മഴയ്ക്ക് കുറവ് വന്നിട്ടുണ്ട്. മണ്ണിടിച്ചിലിന് സാധ്യതയുള്ളതിനാൽ മലയോര മേഖലകളിൽ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇന്നലെ മാത്രം 245 വീടുകൾ തകർന്നു. 500 കിലോമീറ്ററിലധികം റോഡുകളും തകർന്നിട്ടുണ്ട്. മഴ കുറഞ്ഞതോടെ കുട്ടനാടിലെ കർഷകരും ആശ്വാസത്തിലാണ്. രണ്ടാം ഘട്ട കൃഷിക്ക് നിലമൊരുക്കുന്ന പ്രവർത്തികൾ നടക്കുന്നതിനിടയിൽ മഴ കനത്തത് കർഷകർക്ക് തിരിച്ചടിയായിരുന്നു. മീഡിയ 1 തിരുവനന്തപുരം.